morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുന്നു. അവന്റെ സ്വസ്ഥത. നമുക്കറിയാം, കർത്താവായ ദൈവം, നമ്മുടെ പിതാവായ ദൈവം സകല പ്രവൃത്തിയും സൃഷ്ടിയുടെ ആരംഭത്തിൽ തീർത്ത് അത് തികച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: അവൻ സകല പ്രവൃത്തിയും തികച്ച ശേഷം ആ ദിവസം സ്വസ്ഥനായിരുന്നു, അനുഗ്രഹിച്ചു, ആ നാളിനെ ശുദ്ധീകരിച്ചു. അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം, അതിനുശേഷം കർത്താവ് പ്രവൃത്തി ഒന്നും ചെയ്തില്ലേ? പ്രവൃത്തി ചെയ്തല്ലോ. ആദമിന് തോളുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു, കായിനെ പ്രൊട്ടക്ട് ചെയ്തു, അബ്രഹാമിനെ വർദ്ധിപ്പിച്ചു, ജനത്തെ, അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടുവിച്ചു, ചെങ്കടൽ വിഭാഗിച്ചു. നമ്മൾ എത്രയോ കാര്യങ്ങൾ കാണുന്നു. അപ്പോ പിന്നീട് ദൈവം കാര്യങ്ങളൊന്നും ചെയ്തില്ല. സ്വസ്ഥമായി എന്നൊരു പറയുമ്പോൾ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ, അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ രക്ഷയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചവനാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്നതാണ്: ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനായ ദൈവത്തിന്റെ പിതാവ്. ഇപ്പൊ മാനവജാതിയുടെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്ന പല കാര്യങ്ങളും. പക്ഷെ ആ വീഴ്ചയിലൊന്നും കർത്താവിനെ സംബന്ധിച്ച് നിരാശ വന്നിട്ടില്ല. കാരണം കർത്താവ് ഒരു സ്വസ്ഥതയിലാണ് നിൽക്കുന്നത്. എന്ത് സ്വസ്ഥത എന്നറിയാമോ? മാനവരാശി ചെയ്യാൻ പോകുന്ന സകല പാപത്തിനും പുത്രൻ വില കൊടുത്തു കഴിഞ്ഞു. ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ ഇവൻ അറിയാതിരിക്കുമ്പോഴും ഇവന്റെ പാപത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഇവനെ അറിയിക്കുന്നത് പോലെ പുത്രനെ കാൽവറി ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തകരാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ലോകം അറിയും വില കൊടുത്തതാണ്. ആ അറിവിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു തലമുറ എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. പിതാവിന്റെ സ്വസ്ഥതയുടെ കാരണം സംഭവിക്കാൻ പോകുന്ന ക്രൂശീകരണമല്ല, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ വിലയെക്കുറിച്ചുള്ള ബോധ്യം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ സ്വസ്ഥതയോടെ, നിങ്ങളുടെയും എന്റെയും സ്വസ്ഥതയോടെ കാരണം സംഭവിക്കാണ്ടിരിക്കുന്ന വിടുതലല്ല, സംഭവിച്ച് കഴിഞ്ഞ വിടുതലാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്, നിങ്ങൾ സൗഖ്യമായവരാണ്, നിങ്ങൾ അത്ഭുതം പ്രാപിച്ചവരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ളവരാണ്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, വർദ്ധനവിൽ നിന്ന് വർദ്ധനവിന് വേണ്ടിയുള്ളവരാ. അത് നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞതാ. ആ ബോധ്യത്തോടെ അവന്റെ സ്വസ്ഥതയിൽ വാഴാം. God bless you. Amen.